എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ക്യൂർ ആൻഡ് കെയർ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പൈൽസിനെ കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ. ഒരു മരുന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളെല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു ചെടീനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. ആൻഡ് വെയിറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. സോ ഇന്ന് നമ്മൾ ശംഖുപുഷ്പം എന്നുള്ള ഒരു ചെടീനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ പറയുമ്പോഴേക്കും എല്ലാവരുടെയും മനസ്സിൽ ഉടനെ ആ ചെടിയുടെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വന്നു. വിഷമിക്കണ്ട, ഞാനും ഇവിടെ ഒരു പിക്ചർ ഇടുന്നുണ്ട്. ഈ ചെടി ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം, ഇതാ ശംഖുപുഷ്പം, എനിക്ക് നേരത്തെ അറിയാം. കണ്ടിട്ടുണ്ടോ നമ്മൾ ഈ ചെടി? പക്ഷെ ഇതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടോ ഇത് എന്തൊക്കെ ബോഡിയിൽ ചെയ്യും എന്നുള്ളത് നമുക്ക് കാര്യമായിട്ട് അറിയില്ല. ഓക്കെ. അപ്പോൾ ശംഖുപുഷ്പം അഥവാ ഇതിന് ഇംഗ്ലീഷിൽ ഒരുപാട് പേരുകളുണ്ട്. ഏഷ്യൻ പിജിയൻ വിങ്സ്, ബ്ലൂ പീ, ബട്ടർഫ്ലൈ പീ, ഇങ്ങനെ ഒരുപാട് പേരുകൾ ഈ ചെടിക്കുണ്ട്. വിശ്വസിക്കില്ല. ഇതിന്റെ പൂവ് വളരെ ഭംഗിയുള്ള ഒരു പൂവാണ്. ശരിക്കും ഒരു നമ്മൾ വിചാരിക്കും പിജിയൻ വിങ്സ് എന്തുകൊണ്ടാണ് പ്രാവിന്റെ ഒരു ചിറക് പോലെ, അല്ലെങ്കിൽ ഒരു ചിറക് മാതിരിയാണ് ശരിക്കും. പക്ഷെ ചിലവർ പറയും അത് ശംഖിന്റെ ഷേപ്പ് മാതിരിയാണ് എന്ന് ചിലവർ പറയും. എനിവേ, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. പക്ഷെ ഇത് രണ്ട് തരത്തിലുണ്ട്. നീല കളറും ഉണ്ട്, വൈറ്റ് കളറും ഉണ്ട്. ഇതിൽ ബ്ലൂ കളറാണ് ഒരുവിധം ആൾക്കാർ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ബ്ലൂ കളറാണ് മെയിൻ ആയിട്ട് നമ്മുടെ മെഡിസിനൽ പർപ്പസിന് യൂസ് ചെയ്യുന്നത്. വെള്ള കളറും യൂസ് ചെയ്യും, ഇല്ല എന്നല്ല പറഞ്ഞ. പക്ഷെ ഇപ്പോൾ നമ്മൾ നീല കളറുള്ള ശംഖുപുഷ്പത്തിനെ കുറിച്ചിട്ടാണ്. ശംഖുപുഷ്പ പേരിൽ തന്നെ ശംഖുപുഷ്പം, ശംഖ് പോലെയുള്ള പുഷ്പം, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നിരിക്കുക. അതുകൊണ്ടാണ് ശംഖ് പോലെ. പക്ഷെ ഒബ്വിയസ്ലി അത് പിജന്റെ വിങ്സുമാരെയൊക്കെ ഇരിക്കും. എനിവേ, ഈ ചെടി നമ്മുടെ മെയിൻ ആയിട്ട് ഇത് വെച്ചിട്ടുള്ള എന്ത് മരുന്ന് ഉണ്ടാക്കിയാലും അതിന്റെ പേര് ഒന്നുമില്ലെങ്കിൽ ബ്രെയിൻ ടോണിക് എന്നായിരിക്കും, അല്ലെങ്കിൽ നെർവിൻ ടോണിക് എന്നായിരിക്കും. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ തലച്ചോറ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നത്തിനും എല്ലാ അസുഖത്തിനും ഈ ചെടി വളരെയധികം ഉത്തമമാണ്. അതായത് ഇത് നമ്മുടെ ശരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഡ്രൗസിനെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഉറക്കം നന്നായിട്ട് കിട്ടും. നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് നല്ല മെമ്മറി ബൂസ്റ്റർ പറ്റിയ ഒരു മെഡിസിനാണ്. മെമ്മറി കുറച്ചൊക്കെ കുറഞ്ഞു എന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാം കേട്ടോ. ഓർമ്മശക്തിയൊക്കെ കൂട്ടാനായിട്ട്, കോൺസെൻട്രേഷൻ കിട്ടാനായിട്ട്, ഉറക്കമില്ലാത്ത ആൾക്കാർക്ക്, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇതിനെല്ലാത്തിനും, അതേമാതിരി സൈക്കിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രശ്നത്തിനും ഈ മരുന്ന് വളരെ ഉത്തമമാണ്. അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് എന്ത് മരുന്ന് ഉണ്ടാക്കിയാലും നെർവിൻ ടോണിക്കുന്നോ ബ്രെയിൻ ടോണിക്കുന്നോ അങ്ങനെയായിരിക്കും പേരുകൾ. അതിന്റെ അർത്ഥം മറ്റുള്ള ഇതിന് വേണ്ടെന്നല്ല. അതേമാതിരി വേറൊരു കാര്യം, അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് ശംഖുപുഷ്പത്തിന്റെ പൂവ് വെച്ചിട്ട് ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ. അതിന്റെ ഫ്ലവർ മാത്രം എടുത്തിട്ട് ഒരു കട്ടൻ മാതിരി, ഓക്കെ, പാല് ഒഴിക്കാൻ പാടില്ല, കട്ടൻ പോലെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ശരിക്കും അപ്പൊ നിങ്ങൾ ആലോചിക്കും എപ്പോഴാ കഴിക്കുന്നതാണ് നല്ലത്? രാവിലെയാണോ രാത്രിയാണോ? ഐ വുഡ് പ്രിഫർ ബിഫോർ ബെഡ് ടൈം. കിടക്കുന്നതിന് മുമ്പ് ഇത് കുടിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രൗസിനെസ് ഒക്കെ ഫീൽ ചെയ്യും. നല്ലതാണത്. ഉറക്കം കിട്ടുന്നത് നല്ലതാണ്. നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കണം. അതിന് ഇത് വളരെയധികം നല്ലതാണ്. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും ഓൾവേസ് റിമെമ്പർ, ഒരു ഡോക്ടറെ അടുത്ത് നേരിട്ട് കൺസൾട്ട് ചെയ്യാതെ, ഇനിയിപ്പോൾ എന്നെ ആണെങ്കിൽ പോലും എൻ്റെ നമ്പറിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ പല വീഡിയോസിലും കൊടുത്തിട്ടുണ്ട്. സോ അതിൽ നിങ്ങൾ സംശയം ചോദിക്കുക. കൃത്യമായിട്ട് എന്താണ് സംശയം ചോദിക്കുക. ഓക്കെ. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ ഒരു മരുന്നും കഴിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ശംഖുപുഷ്പത്തിന്റെ വേറെ കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഒരുവിധം പ്രശ്നത്തിനൊക്കെ മാറ്റും. അതായത് ഈ സംഭവത്തിൽ കുറച്ച് എന്താ പറയാ കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ട്, കുറച്ച് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്. അത് കാരണം തന്നെ ഹാർട്ടിന്റെ ബ്ലോക്ക്, ഹാർട്ടിന്റെ അറ്റാക്കുകൾ, അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണെങ്കിലും whatever it is, ബ്ലഡ് ക്ലോട്ട്, ഇതിനൊക്കെ മാറ്റാനുള്ള ഒരു കഴിവ് ഈ പൂവിനുണ്ട്. വിശ്വസിക്കാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഹ്യൂജ്. അങ്ങനെയാണത്. ഹൃദയ എന്നുള്ളൊരു ക്വാളിറ്റി നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. എന്ന് വെച്ചാൽ ഹാർട്ടിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നത്തിനും ഒരു റിലീഫ് കിട്ടും, ഒരു ആശ്വാസം കിട്ടും. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കും. ഇതിന്റെ അകത്ത് NEFA എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, നോൺ എത്തനോളിക് ഫാറ്റി ആസിഡ്സ് നാം പറയാം. ഇതുള്ളത് കൊണ്ടാണ് ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിന് നല്ലതാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ ഇതില് സ്കിന്നിന് വളരെ നല്ലതാണ്. നമ്മളിപ്പോ ദീപനം, പാചനം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയാം. അതായത് ഈ ശംഖുപുഷ്പത്തിലുള്ള ഒരു ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ദീപനം എന്ന് വെച്ചാൽ സ്റ്റൊമക്കിലത്തെ ഫയറിനെ കൂട്ടുക എന്നുള്ളത്. പാചനം എന്ന് വെച്ചാൽ ഡൈജഷനെ സഹായിക്കുക എന്നുള്ളത്. ഈ ദീപന പാചനം എന്നുള്ള സംഭവം ഇതിലുണ്ട്. നല്ലൊരു ലാക്സേറ്റീവ് ആണ്, വയറിളക്കി കളയാനും, ഒരു ലിവർ ഡിറ്റോക്സിഫിക്കേഷൻ, അങ്ങനെയും ഉണ്ട്. എത്ര ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത് അല്ലേ? ഇനിയുണ്ട്, വെയിറ്റ്. രോചനം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. രോചനം മീൻസ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഈ ശംഖുപുഷ്പത്തിന്റെ ഒരു പൗഡർ നമുക്ക് കിട്ടും, അത് മെഡിസിനൽ കടയിൽ പോയാൽ കിട്ടും. ഇതിന്റെ പൗഡർ ഹണി ആൻഡ് റോസ് വാട്ടർ,
ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ, അതായത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്താൽ നമ്മുടെ ഒരു നല്ല സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും, നമ്മുടെ പിമ്പിൾസ് പോയി കിട്ടും. ആന്റി ഏജിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയും ഇതിലുണ്ട്. ഓക്കെ, ആന്റി ഏജിങ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ ഒരു 50 വയസ്സായിട്ടുള്ള ഒരാൾക്ക് 40 ആവും എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആന്റി ഏജിങ് എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിന് 50 വയസ്സായിട്ടുള്ള ഒരാളുടെ ബുദ്ധിമുട്ടുകൾ, ഒരു വേദന, അല്ലെങ്കിൽ അവിടെ പിമ്പിൾസ് വന്നു, റിങ്കിൾസ് വന്നു, ഇങ്ങനെയുള്ള കാര്യത്തിന് കുറച്ചൊരു വ്യത്യാസം വരുത്തും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫേസിന്റെ ഈ സ്കിന്നിന് വളരെ നല്ലതാണ്. അതാണ് ഈ രോചന എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി. അങ്ങനെയാണ് നമ്മൾ ആയുർവേദം പഠിച്ച ആൾക്കാർക്കും അല്ലെങ്കിൽ പുതിയ വരുന്ന ആൾക്കാർക്കും ഈ പേരിന്റെ അർത്ഥം അറിയില്ല. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പേരുകൾ പല മെഡിസിൻസിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ദീപനപാചനമാണ്, വാതാനുലോമനമാണ് എന്ന് വെച്ചാൽ ബേസിക്കലി ഒന്നുമല്ല, മല അനുലോമനം ഇത് കേട്ടിട്ടുണ്ടോ? ബിക്കോസ് വയറിനെ ശുദ്ധിയാക്കുമെന്നതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ ശംഖുപുഷ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വളരെ നല്ലതാണ്. ബ്രെയിൻ സംബന്ധമായിട്ടുള്ള കാര്യത്തിന്, അതായത് നമ്മുടെ കോഗ്നിറ്റീവ് അബിലിറ്റീസ്, ഫോക്കസ്, മെമ്മറി ബൂസ്റ്റർ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, ആങ്സൈറ്റി, കൊളസ്ട്രോളിന് നല്ലതാണ്, ഹാർട്ടിന്റെ പ്രശ്നത്തിന് നല്ലതാണ്, നല്ലൊരു ഹെൽത്തി ഹാർട്ട്, ലിവർ ഡിറ്റോക്സിഫിക്കേഷന് നല്ലതാണ്, വയറ് സംബന്ധമായിട്ടുള്ള കാര്യത്തിന് നല്ലതാണ്, അതായത് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെടിയാണ്. സോ ഈ ചെടി വളരെ നല്ലതാണ്. ഇതിന്റെ കൂടെ പാലും അതേമാതിരി ഇതിന്റെ ഈ ശംഖുപുഷ്പത്തിന്റെ പൊടി, അതിൽ പാലും ജീര ഒക്കെ വെച്ചിട്ട് മിക്സ് ചെയ്താൽ ബോഡിയുടെ മെറ്റബോളിസം ഒക്കെ സൂപ്പർവാവും. അതേമാതിരി വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് പറഞ്ഞാൽ ശംഖുപുഷ്പം പ്ലേസ് എ ഹ്യൂജ് റോൾ ഇൻ മിസ്കാരേജസ്. മിസ്കാരേജിന്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ അതിലും ശംഖുപുഷ്പം ഒരു ഹ്യൂജ് റോളാണ്. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും ഇന്ന ചെടീനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് അണ്ടർ മൈ കമന്റ് ബോക്സ്.